ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി പിക്കിളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. നമ്മുടെ വീടുകളിൽ പാഴായി പോകുന്ന ചാമ്പയ്ക്ക, റോസാപ്പിൾ എന്നും പറയും. ഇതുകൊണ്ട് സ്വാദിഷ്ടമായ ജാം, പിക്കിള്, വൈന്, വിനിഗറൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചാമ്പയ്ക്ക കഴുകി വൃത്തിയാക്കി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി തൊലി കളഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് 2ആയിട്ട് അരിഞ്ഞ് വയ്ക്കണം. 4-5 പച്ചമുളക് കീറി വയ്ക്കണം. 2-3 തണ്ട് കറിവേപ്പില. ഇനി ചൂടുകട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചാമ്പയ്ക്ക വഴറ്റിയെടുക്കുന്നത്. കാരണം ഇതിൽ ധാരാളം ജലാംശമുണ്ട്. ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഈ ചാമ്പയ്ക്ക. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഇതാണ് ഈ പിക്കിള് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തി പിക്കിളാണ്. ഇനി ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേക്ക് അതിൽ ആവശ്യമായ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലെ ജലാംശം മാറുന്നത് വരെ വഴറ്റി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിക്കിൾ പൗഡർ വേണമെങ്കിൽ പിക്കിൾ പൗഡർ ചേർക്കാം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവാപ്പൊടിയും കായപ്പൊടിയും പിന്നീട് ചേർത്താൽ മതി. നന്നായിട്ടിതൊന്ന് വഴന്ന് വരണം. ഒന്ന് മൂത്ത കളറ് വരണം. ഒരു ഇളം ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കായപ്പൊടിയും ഓരോ സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കായവും ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചാമ്പങ്ങ, വഴറ്റിയ ചാമ്പങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വളരെ നാൾ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റി ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇട്ടൊന്ന് വഴറ്റണം. ചാമ്പയ്ക്കായ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിലെ ജലാംശം ഒന്ന് കുറയുന്നത് വരെ ഒന്ന് വഴറ്റി തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ഉണങ്ങിയ ബോട്ടിലുകളിൽ സൂക്ഷിക്കാം.